വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 1 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയായിരുന്നു. അവരുടെ നെയിമിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് OH വരുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് ഹൈഡ്രോക്സിൽ എന്നാണ്. അപ്പൊ അതിന്റെ പൊതുവായ പേര് ആൽക്കഹോളുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി COH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പെങ്കിൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് കാർബോക്സിൽ എന്നാണ്. പൊതുവായ പേര് കാർബോക്സിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. കാർബോക്സിൽ എന്നാണ് അത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്. ഇനി CHO എന്ന് പറയുന്ന ആൽഡിഹൈഡ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്. പൊതുവായ പേര് ആൽഡിഹൈഡുകൾ എന്ന് വിളിക്കും. നമ്മളവരെ ആൽഡിഹൈഡുകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് എന്ന് വിളിക്കും. നമ്മളവരെ ആൽഡിഹൈഡ്സ് എന്ന് വിളിക്കും, ആൽഡിഹൈഡ്സ്. ഇനി C+O ആണെങ്കിൽ അവയെ കീറ്റോ ഗ്രൂപ്പാണ്. അവരെ കീറ്റോൺ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അവരുടെ കോമൺ നെയിം എന്താണ്? കീറ്റോൺ. കീറ്റോൺ. ഇനി OR ആണെങ്കിൽ അവരുടെ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പേര് ആൽക്കോക്സി എന്നാണ്. ആൽക്കോക്സി. അവരുടെ കോമൺ നെയിം ഈതർ എന്നാണ്. ആൽക്കോക്സി ആണ് ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പേര്, ആൽക്കോക്സി. അവരുടെ പൊതുവായ നെയിം ഈതർ എന്നാണ്. ഇനി FCl BR ഐഡിനെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പേര് ഹാലോ എന്നാണ്. കോമൺ നെയിം ഹാലോ കോമ്പൗണ്ട്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഹാലോ അല്ലെങ്കിൽ ഹാലജൻസ് എന്ന് നമുക്ക് അവരെ പറയാം. അവരെ നമ്മൾ ഹാലോ കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അടുത്തായിട്ട് ആരോമാറ്റിക് സംയുക്തങ്ങളെ പറ്റിയാണ് പഠിച്ചത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ആലിഫാറ്റിക് സംയുക്തങ്ങളെ പറ്റിയായിരുന്നു, അല്ലെ? ആലിഫാറ്റിക് കോമ്പൗണ്ട്സിനെ പറ്റിയായിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്ന ആരോമാറ്റിക് സംയുക്തങ്ങൾ. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ആരോമാറ്റിക് സംയുക്തങ്ങൾ. ആരൊക്കെയാണ്? ബെൻസീനും നാഫ്തലീനും ഒക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ല. അപ്പൊ ആരോമാറ്റിക് ഹൈഡ്രോകാർബണിനെ കുറിച്ചുള്ള ചില ധാരണകൾ നമുക്ക് മുൻ ക്ലാസ്സിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തത്തിന്റെ ഘടന വിശകലനം ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ബെൻസീൻ, അല്ലെ? C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് എന്ത് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും വരുന്നത്. അതുപോലെ തന്നെ കാർബണിലെല്ലാം ഹൈഡ്രജനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെൻസീന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നു ആലിഫാറ്റിക്, ആലിസൈക്ലിക്, ആരോമാറ്റിക്. ആലിഫാറ്റിക്, ആലിസൈക്ലിക്, ആരോമാറ്റിക്. ഏതിലാണ് ഉൾപ്പെടുന്നത്? ആരോമാറ്റിക്കിലാണ് ഈ സംയുക്തം ഉൾപ്പെടുന്നത്. ഏതിലാണ്? ആരോമാറ്റിക് ആണ് ഈ സംയുക്തം എന്ന് പറയുന്നത്. ഇനി ഈ സംയുക്തത്തിന്റെ പേരെന്താ? വാട്ട് ഇസ് ദി നെയിം ഓഫ് ദി കോമ്പൗണ്ട്? ഇതിന്റെ പേരെന്താണ്? ബെൻസീൻ. എന്താണ് ഇതിന്റെ പേര്? ബെൻസീൻ. ബെൻസീൻ. ഓക്കെ. റൈറ്റ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാന് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6. 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജനുമാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ തന്മാത്ര സൂത്രം എന്താ? C6H6. C6H6. ഈ സംയുക്തത്തിന്റെ പേര് ബെൻസീൻ. ബെൻസീൻ. അപ്പൊ ബെൻസീനില് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒരു OH ഗ്രൂപ്പ് വരുന്ന സംയുക്തമാണ് ഫീനോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ബെൻസീനില് ഒരു ഹൈഡ്രജൻ മാറ്റി അവിടെ OH ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു, ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് വരുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് നമ്മൾ എന്ത്? ഫീനോൾ എന്ന്. ഇവയെ വിളിക്കുന്നതാണ് എന്തെന്ന്? ഫീനോൾ എന്നാണ് നമ്മൾ അവയെ വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പകരം COH ഗ്രൂപ്പ്, കാർബോക്സിയൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് എന്നാണല്ലോ അവരുടെ പൊതുവായ നെയിം. അപ്പൊ കാർബോക്സിയൽ ഗ്രൂപ്പ് ചേർക്കുവാണെങ്കിൽ ആ സംയുക്തത്തിന്റെ പേരാണ് ബെൻസോയിക് ആസിഡ്. എന്താണ് ചേർക്കുന്നത്? ബെൻസോയിക് ആസിഡ്. നെയിം എന്താ വരുന്നത്? ബെൻസോയിക് ആസിഡ്. OH വരുവാണെങ്കിൽ, ബെൻസിറിങ്ങിൽ OH വരുവാണെങ്കിൽ അത് ഫീനോളും, ബെൻസിറിങ്ങിൽ COH വരുവാണെങ്കിൽ അത് ബെൻസോയിക് ആസിഡുമാണ് ഉണ്ടാകുന്നത്. ആരോമാറ്റിക് സംയുക്തങ്ങളെ പറ്റി പഠിക്കാനുള്ളത് ഫീനോളും ബെൻസോയിക് ആസിഡും. ബെൻസിറിങ്ങിൽ OH വരുന്നത് ഫീനോളും, ബെൻസിറിങ്ങിൽ COH വരുന്നത് ബെൻസോയിക് ആസിഡുമാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഐസോമർസമാണ്. അപ്പൊ കാർബൺ സംയുക്തങ്ങളുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എണ്ണ കൂടുതലിനും നമ്പറിന്റെ എണ്ണം കൂടുതലിനും അതുപോലെ തന്നെ അതിന്റെ വൈവിധ്യത്തിനും ഡൈവേഴ്സിറ്റിക്കും കാരണം ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രസൻസ്, സാന്നിധ്യം കാരണമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പൊ ഏതാനും ചില സംയുക്തങ്ങൾ അവരുടെ സ്ട്രക്ചറൽ ഫോമില് നമുക്ക് ഘടനാവാക്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ വിശകലനം ചെയ്യാനാണ്, അനലൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവയിൽ ഒരേ തന്മാത്ര സൂത്രമുള്ള സംയുക്തങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് അത് എഴുതി നോക്കാം. ഇവിടെ കാർബൺ എത്ര എണ്ണം ഉണ്ട്? 1 2 3 C3. നമ്മൾ ഐസോമർസത്തെ പറ്റിയാണ് അടുത്തതായി പഠിക്കാൻ പോകുന്നത്.
അപ്പം നമ്മുടെ ഈ കാർബണിക സംയുക്തങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ എണ്ണ കൂടുതലിനും മാസ് നമ്പറിനും ഡൈവേഴ്സിറ്റിക്കും വൈവിധ്യത്തിനും കാരണം പല ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം മൂലമാണ്. പല ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് മൂലമാണ്. താഴെ കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറൽ ഫോമുല ഘടനാവാക്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവയെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവയിൽ ഒരേ തന്മാത്ര സൂത്രമുള്ള സംയുക്തങ്ങൾ മോളിക്കുലർ ഫോമിലുള്ള സംയുക്തങ്ങൾ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാത്തിൻ്റെയും മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും മോളിക്കുലർ ഫോമുല ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ C3H7Cl എന്നാണ്. രണ്ടാമത്തെ C3H8O എന്നാണ്. മൂന്നാമത്തെ C2H6O എന്നാണ്. നാലാമത്തെ C3H7Cl എന്നാണ്. അപ്പോൾ ഇവയിൽ ഒരേ തന്മാത്ര സൂത്രം ആർക്കാണ്? മോളിക്കുലർ ഫോമുല ആർക്കാണോ? അപ്പോൾ 1ഉം 4ഉം ആണ് ഒരേ മോളിക്കുലർ ഫോമുല, ഒരേ തന്മാത്ര സൂത്രം കാണിക്കുന്നവ. ഇനി ഇവരിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1ലും 4ലും എന്താണ്? ക്ലോറിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ഹാലോ ഗ്രൂപ്പാണ്. ഏതാണ്? ഹലോ എന്ന് പറയത്തില്ലേ, അതുപോലെ ഹാലോ ഗ്രൂപ്പാണ് 1ലും 4ലുള്ളത്. 2ലും 3ലും എന്താണുള്ളത്? ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ്. ഏതാണുള്ളത്? ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പിൻ്റെ പൊതുവായ നെയിം എന്താണ്? ആൽക്കഹോൾ. ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പാണ് 2ലും 3ലും ഉള്ളത്. ഇനി റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് ചെയ്യാൻ ഒന്നാമത്തെ പേരെന്താണ്? 2-chloro-propane. രണ്ടാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ക്ലോറോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 2-chloro 3 കാർബൺ ഉണ്ട്, പ്രൊപ്പെയിൻ എന്ന് വരും. രണ്ടാമത്തെ OH തൊട്ടാണ് നമ്മൾ എണ്ണുന്നത്. അപ്പോൾ ആ OH അറ്റാച്ച് ചെയ്തിരിക്കും കാർബൺ 1, 2, 3. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്കും കുറവ് നമ്പർ വരുന്ന രീതിയിലാണ് നമ്പർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരും? 3 കാർബണും ഉണ്ട്. പ്രൊപ്പനോൾ. അവസാനം എന്താ ചേർക്കുന്നത്? ഓളാണ് ചേർക്കുന്നത്, നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ പ്രൊപ്പനോൾ. ഇവിടെ 2 കാർബൺ ആണ്. ഇവിടുന്ന് എണ്ണുമ്പോൾ 2 കാർബൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്ത് വരും? എത്തനോൾ. എന്ത് വരും? എത്തനോൾ. 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 ഇനി അവസാനത്തെ 4 എന്ത് വരും? നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 1, 2, 3. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലാണ് ക്ലോറോ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അപ്പോൾ 1-chloro-propane എന്ന് വരും. എന്ത് വരും? 1-chloro-propane എന്ന് ഇതിൻ്റെ നെയിം വരും. ഇതെന്താണ്? 1-chloro-propane. ഇത് 2-chloro-propane. ഇത് പ്രൊപ്പനോള്. ഇവിടെ 2 കാർബണുള്ളൂ, OH ഗ്രൂപ്പാണ്. അപ്പോൾ എത്തനോള്. അപ്പോൾ ഈ 1ലും 4ലും ഹാലോ ഗ്രൂപ്പായ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ നമ്പർ അല്ലേ, സ്ഥാനസംഖ്യ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവയ്ക്ക് ഒരേ തന്മാത്ര സൂത്രമാണെങ്കിലും ഇവരുടെ ഘടനാവാക്യം സ്ട്രക്ചറൽ ഫോമിൽ എന്താണ്? ഡിഫറൻ്റ് ആണ്. അതിനാൽ ഈ സംയുക്തങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അവർ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1ഉം 4ഉം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കേസ് എന്താണ്? ഈ ക്ലോറോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷന് 2ലും ഡിഫറൻ്റ് ആണ്. ഈ 4ാമത്തേൽ 1ാമത്തെ പൊസിഷനിലും 1ാമത്തേൽ 2ാമത്തെ പൊസിഷനിലും ആണ് അല്ലേ. അപ്പോൾ ഇവയ്ക്ക് തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമുല സെയിം ആണെങ്കിലും ഇവരുടെ സ്ട്രക്ചറൽ ഫോമുല ഘടനാവാക്യം എന്താണ്? ഡിഫറൻ്റ് ആണ്. ആയതിനാൽ ഈ സംയുക്തങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിലും എന്ത് കാണിക്കുന്നുണ്ട്? വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഇവർ മോളിക്കുലർ ഫോമുല സെയിം ആണെങ്കിലും ഇവർ രാസഭൗതിക ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിലും വ്യത്യസ്തത ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ഐസോമറുകൾ. സെയിം മോളിക്കുലർ ഫോമുല ആയിരിക്കും, പക്ഷെ അവരുടെ ഘടനാവാക്യം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോമുല ഡിഫറൻ്റ് ആയിരിക്കും. അവർ കാണിക്കുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് രാസഭൗതിക സ്വഭാവങ്ങളും വ്യത്യസ്ത കാണിക്കുന്നുണ്ടായിരിക്കും.
അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരേ തന്മാത്ര സൂത്രം, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുലയും ആൻഡ് ഡിഫറെൻറ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ്. വ്യത്യസ്ത രാസ ഭൗതിക സ്വഭാവമുള്ളതുമായ സംയുക്തങ്ങളെയാണ് നമ്മൾ ഐസോമെറുകൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രതിഭാസത്തെ, ഈ ഫിനോമിനയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഇവിടെ ഘടനാവാക്യങ്ങൾ, സ്ട്രക്ചർ ഓഫ് ഫോർമുല ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഘടനയിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഓർഗാനിക് സംയുക്തങ്ങളിലെ പലതരത്തിലുള്ള ഐസോമേഴ്സം പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഐസോമേഴ്സത്തിന് പല ടൈപ്പ് ഉണ്ട്. അതിന് സ്ട്രക്ചറിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് ഐസോമേഴ്സം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ചില ഐസോമേഴ്സംസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഒന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ ഐസോമേഴ്സം ആണ്. അപ്പോൾ നമുക്ക് താഴെ 2 കോമ്പൗണ്ട്സിൻ്റെ ഘടനാവാക്യങ്ങൾ, സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അവയുടെ തന്മാത്ര സൂത്രം എന്താണ്? C4H10. ആദ്യത്തെ എന്താണ്? CH3, CH2, CH2, CH3. തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോർമുല എഴുതുന്നത് നമുക്കറിയാം. ആകെ എല്ലാ കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും എത്ര ഉണ്ടെന്ന് എഴുതുന്നതാണ് മോളിക്കുലർ ഫോർമുലയും തന്മാത്ര സൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് C4H10 ആണ്. അപ്പോൾ ഇതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്, പ്രത്യേകത എന്താണ്? രണ്ടിൻ്റെയും ഒരേ തന്മാത്ര സൂത്രമാണ്, മോളിക്കുലർ ഫോർമുല സെയിം ആണ് അല്ലേ? 2 സംയുക്തത്തിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അങ്ങനെയാണ് ഇവരുടെ നെയിം നമുക്ക് എഴുതാമല്ലോ, C4H10. ഇതിനെ നമ്മൾ ബ്യൂട്ടെയിൻ എന്ന് വിളിക്കും. ഇവിടെ കാർബണാറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനമാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരും? ബ്യൂട്ടെയിൻ എന്ന്. ഇനി രണ്ടാമത്തത് നോക്കുമ്പോൾ ഇതെന്താ, ബ്രാഞ്ച് ഉണ്ട് അല്ലേ, ഇതിലൊരു ശാഖയുണ്ട്. അപ്പം നമ്മൾ ശാഖയ്ക്ക് നമ്പർ കൊടുക്കണം. എപ്പോഴും കുറഞ്ഞ സ്ഥാനസംഖ്യ വേണം ശാഖയ്ക്ക് കൊടുക്കാൻ. ഇപ്പോൾ 1, 2, 3. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്താണ് നമ്മുടെ ശാഖ ഇരിക്കുന്നത്. അപ്പോൾ നെയിം എങ്ങനെ വരും? 2-methyl propane എന്ന് വരും. എങ്ങനെ വരും? 2-methyl propane. 2-methyl പ്രൊപ്പെയിൻ എന്ന് വരും. പ്രൊപ്പെയിൻ 3 കാർബണാറ്റമാണ് മെയിൻ ചെയിൻ, പ്രധാന ചെയിനിലുള്ളത്. അപ്പോൾ 2-methyl propane. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമായി, ക്ലിയറായി, ഇവയെല്ലാം ഐസോമേഴ്സ് ആണ്, ഇവയുടെ ഐസോമറുകളാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? 2 കോമ്പൗണ്ട്സും തമ്മിൽ ഘടനയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പോൾ ഈ കാർബണാറ്റം മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു ഘടനയാണ്, സ്ട്രക്ചറാണ് ഈ 4 തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരെണ്ണം സ്ട്രെയിറ്റ് ചെയിനും അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വന്നുള്ള ഒരു സ്ട്രക്ചറുമാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ഇവയുടെ തന്മാത്ര സൂത്രം, മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണെങ്കിലും ചെയിൻ ഘടന അല്ലെങ്കിൽ ചെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവരുടെ എന്താണ്, ഡിഫറെൻ്റ് ആണ്. കാർബൺ അടങ്ങിയ ആ ചെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത്തരം ഐസോമറുകളെയാണ് നമ്മൾ ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ചെയിൻ, കാർബൺ അടങ്ങിയിരിക്കുന്ന ആ ചെയിനിന് ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ അവയെ ചെയിൻ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ചെയിൻ ഐസോമേഴ്സ്, ചെയിൻ ഐസോമർ. അപ്പോൾ ഒരേ തന്മാത്ര സൂത്രമുള്ളവയും, കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല പക്ഷേ ബട്ട് ഡിഫർ ഇൻ ദി സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ. എന്നാൽ കാർബൺ ചെയിൻ്റെ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുകയും ചെയ്യുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ പ്രതിഭാസത്തെയാണ് ചെയിൻ ഐസോമറിസം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഒരേ തന്മാത്ര സൂത്രമായിരിക്കും, പക്ഷേ ചെയിൻ, കാർബൺ അടങ്ങിയ ആ ചെയിൻ്റെ സ്ട്രക്ചർ വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇവയാണ് നമ്മൾ ചെയിൻ ഐസോമറുകൾ, ചെയിൻ ഐസോമറിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ താഴെ നമുക്ക് പെൻറ്റീൻ്റെ 2 ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. അപ്പോൾ പെൻറ്റീൻ്റെ 2 ഐസോമറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഐസോമറുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കണം വരേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം എഴുതുന്നതിന് മുമ്പേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട് CH3. സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ നെയിം എന്താ വരും? 2-dimethyl propane. ഡൈമീഥൈൽ പ്രൊപ്പെയിൻ എന്ന് വരും. ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം. 1 2 3 4 5. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 6 9 12. C5H12 എന്ന് തന്നെയല്ലേ ഈ ഐസോമറിൻ്റെയും മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഐസോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഐസോമർ ഇതാണ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട്. രണ്ടാമത്തെ ഐസോമർ ആയപ്പോഴത്തേക്ക് നമ്മൾ ഒരു ബ്രാഞ്ച് കൊടുത്തു. മൂന്നാമത്തെ ഐസോമർ ആയപ്പോൾ നമ്മൾ ഒരു ബ്രാഞ്ചും കൂടെ കൊടുത്തു. ഈ CH3 ഇങ്ങോട്ട് മാറ്റിയാലും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു കാർബണിൽ തന്നെ ഒരു ബ്രാഞ്ചും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ സ്ട്രക്ചർ മാറ്റി വേറൊരു ഐസോമർ ആക്കി മാറ്റി. അപ്പോൾ ഇതും എന്താണ്? ഒരു ചെയിൻ ഐസോമർ ആണ്. എന്താണ്? സ്ട്രക്ചറിന് മാറ്റം മാത്രമേ ഉള്ളൂ. ഒരേ മോളിക്കുലാർ ഫോർമുലയാണ് ഇവയ്ക്കുള്ളത്. ഈ മൂന്നും എന്താണ്? ചെയിൻ ഐസോമേഴ്സ് ആണ്. ഇവർ മൂന്നും എന്താണ്? ചെയിൻ ഐസോമേഴ്സ് ആണ്. അങ്ങനെയാണ് ഈ CH3 CH2 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 CH3 എന്ന സംയുക്ത എത്ര ചെയിൻ ഐസോമറുകൾ സാധ്യമാണ്? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഹെപ്റ്റേൻ്റെ ഐസോമേഴ്സ് ആണ് ഇവയൊക്കെ. ഒന്നാമത്തെ CH3 സിംഗിൾ ബോണ്ട് CH2 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 സിംഗിൾ ബോണ്ട് CH3 ഹെപ്റ്റൈൻ എന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം സിംഗിൾ ബോണ്ട് ഉണ്ട്. ഓരോ CH3യും CHും കഴിയുമ്പോൾ സിംഗിൾ ബോണ്ട് ഉണ്ട്. ഇങ്ങനെ അടുപ്പിച്ച് എഴുതിയെന്ന് വിചാരിച്ചാൽ സിംഗിൾ ബോണ്ട് ഇല്ല, ഏകബന്ധനം ഇല്ലെന്ന് വിചാരിക്കരുത്. രണ്ടാമത്തായിട്ടുള്ള 2-മീഥൈൽ ഹെക്സേൻ ഒരു ബ്രാഞ്ച് ആക്കി 2-മീഥൈൽ ഹെക്സേന് രണ്ടാമത്തെ പൊസിഷനിൽ ബ്രാഞ്ച് കൊടുത്ത്, പിന്നെ മൂന്നാമത്തെ പൊസിഷനിൽ ബ്രാഞ്ച് കൊടുത്ത് 3-മീഥൈൽ ഹെക്സേന്, പിന്നെ 2,4 രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും CH3 ഗ്രൂപ്പ് ബ്രാഞ്ചാക്കി ശാഖയാക്കി കൊടുത്ത് 2,4 ഡൈമീഥൈൽ പെൻറ്റേൻ ഉണ്ട്. അതുപോലെ തന്നെ 2,3 സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പ് ശാഖയാക്കി കൊടുത്ത് 2,3 ഡൈമീഥൈൽ പെൻറ്റേൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2,2 ഡൈമീഥൈൽ പെൻറ്റേൻ രണ്ടാമത്തെ പൊസിഷനിൽ തന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തുള്ള ഒരു ഐസോമർ ഉണ്ട്. അടുത്തത് 3,3 ഡൈമീഥൈൽ പെൻറ്റേൻ മൂന്നാമത്തെ പൊസിഷനിൽ 2 CH3 കൊടുത്ത് 3,3 ഡൈമീഥൈൽ പെൻറ്റേന്. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് കൊടുത്തിട്ട് CH2 CH3 ഈഥൈൽ ഗ്രൂപ്പ് കൊടുത്തിട്ട് 3 ഈഥൈൽ പെൻറ്റേൻ എന്ന് പറയുന്ന ഒരു ഐസോമർ ഉണ്ട്. അവസാനത്തായിട്ട് 2,3,3 ട്രൈമീഥൈൽ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഒരു ഐസോമർ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 9 ഐസോമറാണ് നമ്മുടെ ഹെപ്റ്റൈന് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സ്. ഇവയ്ക്ക് എല്ലാ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ഉണ്ടെന്ന് ഓർത്തോണം. ഓരോ CH3 കഴിയുമ്പോഴും CH2 കഴിയുമ്പോഴും ഏകബന്ധനം ഉണ്ടെന്ന് ഓർത്തോണം. ഇങ്ങനെ അടുപ്പിച്ച് എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. CH3 സിംഗിൾ ബോണ്ട് CH, CH3 സിംഗിൾ ബോണ്ട് CH, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 ആണ്. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെപ്റ്റൈൻ്റെ ഐസോമറുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പൊസിഷൻ ഐസോമേഴ്സ്. അപ്പോൾ നമുക്ക് പരിചിതമായ 2 സംയുക്തങ്ങൾ കോമ്പൗണ്ട്സിൻ്റെ ഘടനാവാക്യങ്ങൾ സ്ട്രക്ചറൽ ഫോർമുലയാണ് 2 തന്നിരിക്കുന്നത്. അപ്പോൾ ഇവയിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? OH ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പാണ് അല്ലേ. OH വരുമ്പോൾ ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവയുടെ തന്മാത്ര സൂത്രം എന്താണ്? മോളിക്കുലാർ ഫോർമുല എന്താണ് നോക്കാം. CH3 CH2 CH2 OH. കാർബൺ എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ C3. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3ഉം 2 5, 5ഉം 2 7. ഓക്സിജൻ്റെ കൂടെ ഉള്ള ഈ എച്ചും കൂടെ ചേർക്കുമ്പോൾ 8 ഉണ്ട്. C3H8. പിന്നെ ഇനി ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പോൾ C3H8OA. O ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തതിൻ്റെ നോക്കാം. CH3 CHOH CH3. അപ്പോൾ 3 കാർബൺ C3H എത്ര ഉണ്ട്? 6, 2, 8. C3H8 ഓക്സിജനും കൂടെ ഉണ്ട് ഒരെണ്ണം. അപ്പോൾ OA. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ നെയിം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പ് ആയാലും ഏതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയാലും കുറഞ്ഞ സ്ഥാനസംഖ്യ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുന്നത്. ഒന്നാമത്തെ പൊസിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? 3 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3. അപ്പോൾ എന്താണ് വേർഡ് റൂട്ട് വരുന്നത്? പദമൂലം പ്രൊപ്പാണ്. പ്രൊപ്പൻ 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 1 ഓൾ എന്നാണ് ഫസ്റ്റ് ഇതിൻ്റെ നെയിം. പ്രൊപ്പൻ 1 ഓൾ. അപ്പോൾ സെക്കൻഡ് സംയുക്തത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ നെയിം നോക്കാം. നമ്മൾ എണ്ണുമ്പോൾ 1 2
3. അപ്പൊ നെയിം എങ്ങനെ വരും? പ്രൊപ്പൻ 2 ഓൾ എന്ന് വരും അല്ലേ? പ്രൊപ്പൻ 2 ഓൾ, പ്രൊപ്പൻ 2 ഓൾ എന്ന് നെയിം വരും. പ്രൊപ്പൻ 2 ഓൾ, പ്രൊപ്പൻ 2 ഓൾ. നമ്മൾ നെയിമിംഗ് ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ കണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. പ്രൊപ്പൻ രണ്ടാമത്തെ പൊസിഷനിലാണ് OH ഇരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പൻ 2 ഓൾ. അപ്പോൾ ഈ രണ്ട് സംയുക്തങ്ങളുടെയും ഘടനവാക്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തതിലൂടെ, അനലൈസ് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കിയ എന്താണ്? ഇവിടെ തന്മാത്ര സൂത്രം, മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ, പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ എന്താണ്? രണ്ടിലും വ്യത്യസ്തമാണ്. ഇവിടെ പ്രൊപ്പൻ 1 ഓൾ ആണ്, ഫസ്റ്റ് പൊസിഷനിലാണ്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ പ്രൊപ്പൻ 2 ഓൾ ആണ്, സെക്കൻഡ് പൊസിഷനിലാണ്. ഇത്തരം ഐസോമറുകളെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ തന്മാത്ര സൂത്രം, സെയിം മോളിക്കുലർ ഫോർമുലയും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളിൽ, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളിൽ, കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ വ്യത്യസ്തമാണെങ്കിൽ അവയെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷന് വ്യത്യാസം, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും രണ്ടിലും പൊസിഷൻ വ്യത്യസ്തമാണെങ്കിൽ അവരെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറുകൾ. ഈ പ്രതിഭാസത്തെ ഫിനോമിനയാണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഈ താഴെ തന്നിരിക്കുന്ന ജോഡി 1ഉം ജോഡി 2 പെയർ 1 and 2 കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ CH3 CH2 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് ദ്വയബന്ധനം CH2. രണ്ടാമത്തെന്ന് പറയുമ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH, ദ്വയബന്ധനം ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് ഏകബന്ധനം CH3 ആണ്. അപ്പോൾ ഇവയുടെ തന്മാത്ര സൂത്രം എന്താണ്? ഒന്നാമത്തെ നോക്കൂ, C4, 4 കാർബൺ ആണ്, C4. ഹൈഡ്രജൻ 3 2 5, 5 2 7, 1 8, H8, C4 H8. രണ്ടാമത്തത് നോക്കിയാലും C4, 4 കാർബൺ, C4. ഹൈഡ്രജൻ എത്ര എണ്ണമാണ്? 3 3 6 2 8, H8, C4 H8 ആണ്. C4 H8 ആണ്. രണ്ടിൻ്റെയും തന്മാത്ര സൂത്രം സെയിം ആണ്. ഇനി IUPAC നെയിം എഴുതി നോക്കാം. ആദ്യത്തെ നമ്പർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്ത്, അപ്പോൾ 1 2 3 4, ഒന്നാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട് ഇരിക്കുന്നത്. ഇവിടുന്ന് എണ്ണുമ്പോൾ നമുക്ക് ഇവിടുന്ന് എണ്ണാം 1 2 3 4. ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ നെയിം എങ്ങനെ വരും? ആദ്യം പദമൂലം ബ്യൂട്ട്, 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ട് ഹൈഫൻ, സംയുക്ത 1 ഒന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ദ്വയബന്ധനം ഇരിക്കുന്നത്, ഹൈഫൻ ഈൻ എന്ന് വരും. കോമ്പൗണ്ട് നമ്പർ 2ൻ്റെ നെയിം എങ്ങനെ വരും? ബ്യൂട്ട് 2 ഈൻ എന്ന് വരും. ഇവിടെ രണ്ടും നോക്കുമ്പോൾ ഏത് ഐസോമറിസമാണ് ഇവ പ്രകടിപ്പിക്കുന്നത്, എക്സിബിറ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ ശ്രദ്ധിച്ചു, ഇവരുടെ മോളിക്കുലർ ഫോർമുല തന്മാത്ര സൂത്രം സെയിം ആണ്. പക്ഷേ ദ്വയബന്ധനത്തിൻ്റെ സ്ഥാനം, ഡബിൾ ബോണ്ടിൻ്റെ സ്ഥാനം ഡിഫറാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇവർ പ്രകടിപ്പിക്കുന്നത് പൊസിഷൻ ഐസോമറിസമാണ്. അവർ എക്സിബിറ്റ് ചെയ്യുന്ന ഏതാണ്? പൊസിഷൻ ഐസോമറിസമാണ്. ഇവയുടെ തന്മാത്ര സൂത്രം, മോളിക്കുലർ ഫോർമുല സെയിം ആണെങ്കിലും ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ വ്യത്യസ്തമാണ്, ഡിഫറാണ്. ഹെൻസ് ദേ എക്സിബിറ്റ് പൊസിഷൻ ഐസോമറിസമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജോഡി 2 നമുക്ക് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് CH ആണ്. ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, ആൽക്കൈൻ ആണ് അല്ലേ? രണ്ടാമത്തെ CH3 സിംഗിൾ ബോണ്ട് CH, ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3, ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം. ഇവയുടെ തന്മാത്ര സൂത്രം എന്താണ്? ഒന്ന് എഴുതി നോക്കിയാലോ. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ, C4. ഹൈഡ്രജൻ എത്ര എണ്ണമാണ്? 5 1 6, H6, C4 H6. ഇവിടെ നോക്കൂ, 4 കാർബൺ, C4. ഹൈഡ്രജനും 6 എണ്ണമാണ്, H6. രണ്ടിലും മോളിക്കുലർ ഫോർമുല സെയിം ആണല്ലോ. ഇനി ഇവർ IUPAC നാമം ഒന്ന് എഴുതിയാലോ. ആദ്യത്തെ നോക്കൂ, ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം
ഫസ്റ്റ് പൊസിഷനിൽ ആണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും അതിന് കുറഞ്ഞ സ്ഥാനസംഖ്യ കൊടുക്കണം. 2, 3, 4 അങ്ങോട്ട് എണ്ണി പോവുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 4 എണ്ണമാണ്. അപ്പോൾ വേർഡ് റൂട്ട് 13 ബ്യൂട്ടാണ്. അപ്പോൾ ബ്യൂട്ട് ഫസ്റ്റ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം ഇരിക്കുന്നത്. അപ്പോൾ 1 ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE ആണ് ചേർക്കുന്നത്. ഐനാണ് ചേർക്കുന്നത്. YNE ആണ് ചേർക്കുന്നത്. ബ്യൂട്ട് 1 ഐ എന്നാണ് കോമ്പൗണ്ട് 1ൻ്റെ നെയിം വരുന്നത്. ഇനി കോമ്പൗണ്ട് 2ൻ്റെ നെയിം എങ്ങനെയാണ് വരുന്നത്? 4 കാർബൺ തന്നെയാണ്. അപ്പോൾ ബ്യൂട്ട് എന്ന് തന്നെയാണ് വരുന്നത്. ബ്യൂട്ട് ഹൈഫൻ. ഇനി നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മുടെ ത്രിബന്ധനത്തിൻ്റെ സ്ഥാനം എണ്ണി നോക്കാം. 1, 2, 3, 4 4 കാർബണും രണ്ടാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ത്രിബന്ധനം ഇരിക്കുന്നത്. അപ്പോൾ 2 ഹൈഫൻ ഐൻ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഐനാണ് ചേർക്കുന്നത്. അപ്പോൾ ബ്യൂട്ട് 2 ഐൻ എന്നാണ് രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഇവർ ഏത് തരം ഐസോമർസമാണ് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്നത്? ഓൾദോ ഇവയുടെയും തന്മാത്ര സൂത്രം എന്താണ്? മോളിക്കുലർ ഫോമിൽ എന്താണ്? സെയിം ആണ്. ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? ത്രിബന്ധനത്തിൻ്റെ സ്ഥാനസംഖ്യയ്ക്കാണ് വ്യത്യാസം വരുന്നത് അല്ലേ? ത്രിബന്ധനം ഇവിടെ എന്താണ്? ഫസ്റ്റ് പൊസിഷനിലാണ്. രണ്ടാമത്തെ കേസിൽ സെക്കൻഡ് പൊസിഷനിലാണെന്നേ ഉള്ളൂ. ഇവയും എന്താണ്? പൊസിഷൻ ഐസോമർസമാണ് പ്രകടമാക്കുന്നത്. നമ്മൾ മുകളിൽ ചെയ്ത 2 എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലായി നമ്മുടെ ദ്വയബന്ധനവും അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനത്തെയും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്, കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 എണ്ണം ചെയ്ത് നോക്കിയാലോ. CH3 CH2 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 Cl എന്ന സംയുക്തത്തിൻ്റെ എല്ലാ പൊസിഷൻ ഐസോമറുകളുടെയും ഘടനവാക്യങ്ങൾ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി പെൻഡൻ 2 ഓൺ എന്ന സംയുക്തത്തിൻ്റെ പൊസിഷൻ ഐസോമർ ഘടനവാക്യം IUPAC നാമവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. CH3 CH2 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 Cl എന്ന് പറയുന്നത് 1 ക്ലോറോ പെൻറ്റേൻ ആണ്. ഫസ്റ്റ് പൊസിഷനിലാണ് നമ്മുടെ ക്ലോറിൻ ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഐസോമേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 ക്ലോറോ പെൻറ്റേനും 3 ക്ലോറോ പെൻറ്റേനും. സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ കൊടുത്തുകൊണ്ട് 2 ക്ലോറോ പെൻറ്റേനും, തേർഡ് പൊസിഷനിൽ ക്ലോറിൻ കൊടുത്തുകൊണ്ട് 3 ക്ലോറോ പെൻറ്റേനുമാണ് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഐസോമർ. ഇവിടെ ഫസ്റ്റ് പൊസിഷനിലായിരുന്നു, അവിടെ നിന്ന് ക്ലോറിൻ മാറ്റി നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കൊടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും എഴുതി ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ കൊടുക്കാം. എങ്ങനെ കൊടുത്താലും അത് സെക്കൻഡിലാണ്. അപ്പോൾ സെക്കൻഡിലാവുമ്പോൾ അത് 2 ക്ലോറോ പെൻറ്റേൻ എന്നും വരും. പിന്നെ നമുക്ക് തേർഡ് കാർബണിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് 3 ക്ലോറോ പെൻറ്റേൻ എന്ന് വരും. ഇനിയും പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഐസോമേഴ്സ് ഇവയ്ക്കില്ല. അപ്പോൾ 2 ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, 2 ക്ലോറോ പെൻറ്റേനും 3 ക്ലോറോ പെൻറ്റേനും. നമ്പർ ഏത് നോക്കാം? 1, 2, 3, 4, 5 3 ക്ലോറോ പെൻറ്റേനും. നമ്മൾ വലത്ത് നിന്ന് എണ്ണിയാലും തേർഡ് പൊസിഷനിൽ തന്നെയാണ് ഈ ക്ലോറിൻ ഇരിക്കുന്നത്. ഇനി ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണം എണ്ണാൻ. ഇവിടുന്ന് എണ്ണിയാൽ ഹൈ നമ്പർ ആയി പോകും ക്ലോറിന്. അതുകൊണ്ട് ഇവിടുന്ന് എണ്ണുമ്പോൾ 1, 2 സെക്കൻഡ് പൊസിഷനാണ് ക്ലോറിൻ ഇരിക്കുന്നത്. അപ്പോൾ 2 ക്ലോറോ പെൻറ്റേന്. നമ്മൾ ഇവിടെ ആ ക്ലോറിൻ ഇടുന്നെങ്കിൽ ഇവിടെ എന്താണ്? 2 ക്ലോറോ പെൻറ്റേൻ തന്നെ ആയിരിക്കും നെയിം വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യമായിരുന്നു പെൻറ്റേൻ 2 ഓണിന് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഐസോമർ എഴുതാൻ. പെൻറ്റേൻ 2 ഓൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കീറ്റോ ഗ്രൂപ്പായ CO സെക്കൻഡ് പൊസിഷനിലായിരിക്കും വരുന്നത്. ഈ കീറ്റോ ഗ്രൂപ്പിൻ്റെ കാർബണിൻ്റെ എണ്ണവും കൂടെ ചേർത്താണ് നമ്മളിവിടെ പെൻറ്റേൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ CH3 CO CH2 CH2 CH3 ഇതാണ് പെൻറ്റേൻ 2 ഓൺ. ഇനി പോസിബിൾ ആയിട്ടുള്ള ഐസോമർ എന്ന് പറയുമ്പോൾ എന്താണ്? തേർഡ് പൊസിഷനിൽ CO വരുന്നതാണ് അല്ലേ? തേർഡ് പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്? CH3 CH2 CO CH2 CH3 പെൻഡൻ 3 ഓൺ എന്ന് വരും നെയിം. പെൻഡൻ 3 ഓൺ എന്ന് വരും നെയിം എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ CO കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ ഇനി എവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ? തേർഡ് പൊസിഷൻ. പിന്നീട് ഇനി അടുത്തത് ഫോർത്ത് പൊസിഷൻ നമ്മൾ കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നിന്നായിരിക്കും എണ്ണുമ്പോൾ പിന്നെ അതെന്താണ്? പെൻറ്റേൻ 2 ഓൺ ആയി മാറും. അപ്പോൾ ആകെ ഒരു ഐസോമറെ പോസിബിൾ ആയിട്ടുള്ളൂ, അതാണ് പെൻറ്റേൻ 3 ഓൺ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്താണ് ഫങ്ഷണൽ ഐസോമേഴ്സ്. അപ്പോൾ ചുവടെ 2 കോമ്പൗണ്ട്സ് ഘടനവാക്യം തന്നിട്ടുണ്ട്. അപ്പോൾ IUPAC നാമം എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് CH3 CH2 OH. ഇതിനെ
എത്തനോൾ എന്ന് വിളിക്കുന്നു നമ്മൾ, എത്തനോൾ. CH3OCH3യെ നമ്മൾ മീതോക്സി മീഥേൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? മീതോക്സി മീഥേൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതെല്ലാം? നമ്മുടെ CH3CH2OH വരുമ്പോൾ ഇതിനകത്ത് എന്താ? ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പാണ്. ഇപ്പോൾ OH വരുമ്പോൾ ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ CH3OCH3 OR ഫോമിലായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പാണ്. അപ്പോൾ ഇവയുടെ തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമില നോക്കുകയാണെങ്കിൽ ആദ്യത്തേൻ്റെ C2H6O 2 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. രണ്ടാമത്തേൻ്റെ നോക്കിയാലും 2 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. C2H6O തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സംയുക്തങ്ങളുടെ സ്ട്രക്ചറൽ ഫോമിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? രണ്ടിൻ്റെയും മോളിക്കുലർ ഫോമിൽ എന്താണ്? സെയിം തന്നെയാണ് അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമാണെങ്കിലും രണ്ടിൻ്റെയും മോളിക്കുലർ ഫോമിലെ തന്മാത്ര സൂത്രം സെയിം ആണ്. അപ്പോൾ ഇത്തരം ഐസോമറുകളെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. അവയ്ക്ക് തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമുല എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ സംയുക്തങ്ങളുടെ തന്മാത്ര സൂത്രം ഒന്ന് തന്നെയെങ്കിലും അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ വ്യത്യസ്തമെങ്കിൽ അവയെ ഫങ്ഷണൽ ഐസോമറുകൾ എന്നും ഈ പ്രതിഭാസത്തെ ഫങ്ഷണൽ ഐസോമർസം എന്നും പറയുന്നു. വെൻ കോമ്പൗണ്ട്സ് ഹാവ് സെയിം മോളിക്കുലർ ഫോം, ഒരേ തന്മാത്ര സൂത്രം, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമെങ്കിൽ അവയെ ഫങ്ഷണൽ ഐസോമറുകൾ, ഈ ഫിനോമിനയെ ഫങ്ഷണൽ ഐസോമർസം എന്നും വിളിക്കും. നമുക്ക് രണ്ട് സംയുക്തം കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറൽ ഫോമുല നൽകിയിട്ടുണ്ട്. ആദ്യത്തെ CH3CH2CHO, ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ആൽഡിഹൈഡ് ആണ് അല്ലേ? ആൽഡിഹൈഡ് ആണ്. ഇനി CH3COCH3യിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? കീറ്റോ ഗ്രൂപ്പാണ്. രണ്ടിലെയും തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമുല നോക്കുകയാണെങ്കിൽ 3 കാർബൺ C3 ഹൈഡ്രജൻ 6 H6OA, ഇതിൻ്റെ C3H6OA ആണ്. അപ്പോൾ ഇവർ ഏത് തരം ഐസോമർസമാണ് പ്രകടമാക്കുന്നത്? ഇവർ ഫങ്ഷണൽ ഐസോമർസമാണ് കാണിക്കുന്നത്. കാരണം ഒരേ തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമുലയാണെങ്കിലും അവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമെങ്കിൽ അവയെ ഫങ്ഷണൽ ഐസോമറുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവയെന്താണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CH3CH2CH2CHO എന്ന സംയുക്തത്തിൻ്റെ ഫങ്ഷണൽ ഐസോമറിൻ്റെ ഘടനാവാക്യം എഴുതി നോക്കിയാലോ? അവയുടെ UPC നാമോ എഴുതണം. ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വരുന്നത്. അപ്പോൾ ഇവൻ്റെ പേര് ബ്യൂട്ടനാൾ എന്നാണ് വരുന്നത്. ബ്യൂട്ടനാൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൻ്റെ അവസാനം ഈ മാറ്റിയിട്ട് ആൾ ചേർക്കുന്നു. ബ്യൂട്ടനാൾ, 4 കാർബൺ ഉണ്ടല്ലോ ഇവിടെ, അങ്ങനെയാണ് ബ്യൂട്ടനാൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് കീറ്റോ ഗ്രൂപ്പ് ചേർത്ത് നമുക്ക് ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാം. അപ്പോൾ 4 കാർബൺ ആറ്റം വരണം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമർ എഴുതുന്നത്. അപ്പോൾ CH3CO CH2 CH3 എന്ന് വരും. CH3CO CH2 CH3. ഇതിൻ്റെ പേര് വരുമ്പോഴത്തേക്ക് ബ്യൂട്ടേൻ 2 ഓൺ എന്ന് വരും. കാരണം സെക്കൻഡ് പൊസിഷനിലാണ് കീറ്റോ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ബ്യൂട്ടേൻ 2 ഓൺ എന്ന് വരും. നമ്മൾ അവസാനമായി പഠിക്കുന്നത് മെറ്റാമർസുമാണ്. അപ്പോൾ ഈ ചൂട് 2 സ്ട്രക്ചറൽ ഫോമിൽ 2 ഈതേഴ്സിൻ്റെ തന്നിട്ടുണ്ട്. അവരുടെ തന്മാത്ര സൂത്രം C4H10O ആണ്. 4 കാർബണും 10 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് 2 ഈതേഴ്സിലും കാണപ്പെടുന്നത്. Now examine the alkyl groups on the either side of the ether linkage. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ഈതർ ലിങ്കേജ്. ഇതാണല്ലോ ഈതർ ലിങ്കേജ്. ഇതാണ് ഈതർ ലിങ്കേജ്. ഈ ഈതർ ലിങ്കേജിൻ്റെ ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളെ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? സംയുക്തം 1 ഈതർ ലിങ്കേജിൻ്റെ ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? സംയുക്തം 1 കോമ്പൗണ്ട് 1 ഇതാണ്. ഇതിൻ്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം സെയിം ആണ് അല്ലേ? ഇവിടെ 2 വലത്തെ സൈഡിൽ, റൈറ്റ് സൈഡിലും 2 ആണ്. ഇനി നമ്മൾ സംയുക്തം 2 കോമ്പൗണ്ട് 2 ഈതർ ലിങ്കേജിൻ്റെ ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഈതർ ലിങ്കേജ് ഇതാണ്. ഈതർ ലിങ്കേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ അല്ലേ? റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് 1 എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈതർ ലിങ്കേജിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലേ? സെയിം ആണ്. എന്നാൽ സംയുക്തം 2 ഈതർ ലിങ്കേജിൻ്റെ ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്തരം ഐസോമറുകളെയാണ് നമ്മൾ മെറ്റാമറുകൾ എന്ന് വിളിക്കുന്നത്. ഒരേ തന്മാത്ര സൂത്രമുള്ളതും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഇരുവശങ്ങളിലും
വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉള്ളതുമായ ഐസോമറുകളാണ് മെറ്റാമറുകൾ. കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ഐദർ സൈഡ് ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇരുവശങ്ങളിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം വ്യത്യസ്തമായിരിക്കും. അവയാണ് നമ്മൾ മെറ്റാമേഴ്സ് എന്ന് വിളിക്കുന്നത്, മെറ്റാമറുകൾ എന്ന് വിളിക്കുന്നത്. മറ്റൊരു ഉദാഹരണമാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. ആദ്യത്തെ CH3 CH2 CO CH2 CH3യും CH3 CO CH2 CH2 CH3. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ട് നോക്കി അവരുടെ തന്മാത്ര സൂത്രം നമുക്ക് മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതാം. ഇവിടെ 1 2 3 4 5 കാർബൺ ഉണ്ട്. അപ്പോൾ C5. ഹൈഡ്രജനോ 3 2 5 5 2 7 7 3 10 H10 O. C5H10 ഓക്സിജൻ കൂടെ വരുന്നുണ്ട്, അപ്പോൾ OH. രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ നോക്കാം. 1 2 3 4 5 എണ്ണമാണ് C5. ഹൈഡ്രജൻ്റെ എണ്ണമോ 3 2 5 7 3 10 H10 O തന്നെയാണ്. രണ്ടിൻ്റെ തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ നോക്കൂ, മോളിക്കുലർ ഫോർമുല സെയിം ആണ്, തന്മാത്ര സൂത്രം സെയിം ആണ്. അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഐദർ സൈഡിലും ഇരുവശങ്ങളിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം വ്യത്യസ്തമാണ്. അപ്പോൾ ഇവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മെറ്റാമറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഐസോമേഴ്സ് ആർ എക്സിബിറ്റഡ് ബൈ കോമ്പൗണ്ട്സ് വിത്ത് ദി സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ബൈവാലൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാവിംഗ് വാലൻസി 2. എക്സാമ്പിൾ ആൽക്കോക്സി ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് മെറ്റാമറിസം എന്ന് പറയുന്നത്. ഒരേ തന്മാത്ര സൂത്രമുള്ളതും സംയോജികത രണ്ടും വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസവും കൊണ്ടുണ്ടാകുന്ന ഐസോമറിസത്തെയാണ് നമ്മൾ മെറ്റാമറിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കീറ്റോ ഗ്രൂപ്പ് വരുന്നതും ആൽക്കോക്സി ഈതറുകൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും മെറ്റാമറിസം കാണിക്കുന്നത്. അപ്പോൾ ഒരേ തന്മാത്ര സൂത്രം ഒരേ മോളിക്കുലർ ഫോർമുലയുള്ളതും സംയോജികത വാലൻസി 2 വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അതേതൊക്കെയാണ്, ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പുകൾ. അപ്പോൾ അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഡിഫറൻസും കൊണ്ടുണ്ടാകുന്ന ഐസോമറിസത്തെയാണ് നമ്മൾ മെറ്റാമറിസം എന്ന് പറയുന്നത്. ഇപ്പോൾ മുകളിൽ നൽകിയിരിക്കുന്ന സംയുക്തങ്ങൾ പൊസിഷൻ ഐസോമേഴ്സുകൾക്കും ഉദാഹരണമാണെന്ന് മനസ്സിലായോ അല്ലേ? പൊസിഷൻ ഐസോ ഇവിടെ നോക്കൂ, CO ഇവിടെ 3ാമത്തെ പൊസിഷനിലാണ് അല്ലേ, 1 2 3ാമത്തെ പൊസിഷനിലാണ്. ഇവിടെ CO അതായത് നമ്മുടെ കീറ്റോ ഗ്രൂപ്പ് ഇവിടെ 2ാമത്തെ പൊസിഷനിലാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം മാറുവാണെങ്കിൽ അതെന്താണ്, പൊസിഷൻ ഐസോമേഴ്സ്. അപ്പോൾ ഇത് പൊസിഷൻ ഐസോമേഴ്സിനും എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ CH3 CH2 CH2O CH2 CH3 എന്ന സംയുക്തത്തിൽ ഏതെങ്കിലും 2 മെറ്റാമറുകളുടെ ഘടനാവാക്യവും IUPAC നാമവും എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഇതിനെ നമുക്ക് പ്രൊപ്പോക്സി പ്രൊപ്പേൻ എന്ന് വിളിക്കാം അല്ലേ. ഈതർ ലിങ്കേജിൻ്റെ 2 സൈഡിൽ ഇരുവശങ്ങളിലും ഒരേ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇവിടെ 3 നമ്പർ ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്, ഇവിടെ 3 നമ്പർ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ പേരെന്ത് വരും, പ്രൊപ്പോക്സി പ്രൊപ്പൈൻ എന്ന് നെയിം വരും. എങ്ങനെയാണ്, പ്രൊപ്പോക്സി പ്രൊപ്പൈൻ എന്ന് വരും. അപ്പോൾ ഇതിന് ചേരുന്ന വേറെ 2 മെറ്റാമറുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം, ഒന്ന് മീതോക്സി വരുന്നത് എഴുതാമല്ലോ, CH3 സിംഗിൾ ബോണ്ട് ഓക്സിജൻ, ബാക്കി CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം സിംഗിൾ ബോണ്ട്സ് ഉണ്ട്, ഏകബന്ധനമുണ്ട്, അതിടാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ നെയിം എങ്ങനെ വരും, അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 6 കാർബണാറ്റം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെയിമിങ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഈതർ ലിങ്കേജിൻ്റെ എവിടെയാണോ കുറവ് നമ്പർ ഓഫ് കാർബണാറ്റം അല്ലെ ആൽക്കൈൽ ഗ്രൂപ്പ്, അതാണ് നമ്മൾ നെയിമിൻ്റെ ആദ്യം വേർഡ് റൂട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓക്സിജൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ 5 ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഒരു കാർബണാറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിന് എന്താണ് വേർഡ് റൂട്ട് വരുന്നത്, മീത് എന്നാണ്, മീതോക്സി പെൻറ്റേൻ എന്ന് വരും, മീതോക്സി പെൻറ്റേൻ. കാരണം ഇവിടെ 5 കാർബണാറ്റം ഉണ്ട്, അപ്പോൾ മീതോക്സി പെൻറ്റേൻ എന്ന് ഇതിൻ്റെ നെയിം വരും. ഇനി നമുക്ക് ഒരു മെറ്റാമറും കൂടെ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം, CH3 സിംഗിൾ ബോണ്ട് CH2
എന്നിട്ട് ഈതർ ലിങ്കേജ് കൊടുക്കുക ഓ. ബാക്കി എഴുതാമല്ലോ. ബാക്കി 4 കാർബൺ ആറ്റം CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് വേറൊരു മെറ്റാമർ നമുക്ക് എഴുതാൻ പറ്റുന്നത് അല്ലേ. ഇവിടെ ഓക്സിജൻ ഇവിടെ ആണ്. ഇതാണ് നമ്മുടെ ഈതർ ലിങ്കേജ്. ഈതർ ലിങ്കേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ ആറ്റവും ഈതർ ലിങ്കേജിൻ്റെ റൈറ്റ് സൈഡിൽ 4 കാർബൺ ആറ്റവും ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ നെയിം എങ്ങനെയാണ് വരുന്നത്? ഈതോക്സി ബ്യൂട്ടൈൻ. ഈതോക്സി ബ്യൂട്ടൈൻ. നമ്മൾ നെയിമിംഗ് ഒക്കെ നേരത്തെ പഠിച്ചതാണ്. ഈതോക്സി ബ്യൂട്ടൈൻ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ പേര് പ്രൊപ്പോക്സി പ്രൊപ്പൈൻ. ഇതിൻ്റെ നെയിം ഈതോക്സി ബ്യൂട്ടൈൻ. ഇതിൻ്റെ പേര് മെത്തോക്സി പെൻറ്റൈൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ 2 മെറ്റാമറും അതിൻ്റെ നെയിമിങ്ങും എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിത് സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് ചെയ്തുകൂടായോ? ഈ കോമ്പൗണ്ട്സിനെ സംയുക്തങ്ങളെയൊക്കെ എക്സാമിൻ ചെയ്തിട്ട് പരിശോധിച്ചിട്ട് ഐസോമർ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാൻ, അതുപോലെ തന്നെ ഓരോ ജോഡിയും പ്രദർശിപ്പിക്കുന്ന അവർ എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമസം ഏതാണ് എന്നും കൂടെ നമ്മൾ പട്ടികപ്പെടുത്താനുണ്ട്. അപ്പോൾ ഈ ആദ്യം നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇതിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇവരുടെ എല്ലാം തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമിൽ അങ്ങോട്ട് എഴുതി വെക്കുക. ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ഒരുപോലെയുള്ള മോളിക്കുലർ ഫോമിലുള്ളവരെല്ലാം നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. അതിൽ നിന്ന് നമുക്ക് ആരൊക്കെയാണ് ചെയിൻ ഐസോമസം, ആരൊക്കെയാണ് പൊസിഷൻ ഐസോമസം, ആരൊക്കെയാണ് ഫങ്ഷണൽ ഐസോമസം, മെറ്റാമസം ഒക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ചെയിൻ ഐസോമസം. ചെയിൻ ഐസോമസം എന്ന് പറയുമ്പോൾ മോളിക്കുലർ ഫോമിൽ തന്മാത്ര സൂത്രം ഒരുപോലെയാണെങ്കിലും അവർ കാർബൺ ചെയിന് വരുന്ന ഡിഫറൻസ് ആണ് ചെയിൻ ഐസോമസം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, C5H12 ആണ് ഇത് രണ്ടും അല്ലേ. ഇതിവിടെ എന്താണ്? കാർബൺ ചെയിൻ ഉണ്ടാകുന്ന വ്യത്യാസം, ഡിഫറൻസ് അല്ലേ ഇവർക്ക്. അപ്പോൾ 2ഉം 4ഉമാണ് നമ്മുടെ ചെയിൻ ഐസോമസ് എന്ന് പറയുന്നത്. 2ഉം 4ഉമാണ്. ഇനി പൊസിഷൻ ഐസോമസ്. നമ്മൾ പൊസിഷൻ ഐസോമസ് പഠിച്ചായിരുന്നു. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ്, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷേ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ആയിട്ട് ആ കാർബൺ ചെയിനിൽ വരുമ്പോഴാണ് നമ്മൾ അവയെ എന്തെന്ന് വിളിച്ചത്? പൊസിഷൻ ഐസോമസ്. ഈ ഫിനോമിനെ പൊസിഷൻ, ഈ പ്രതിഭാസത്തെ പൊസിഷൻ ഐസോമസ് എന്ന് വിളിച്ചത്. അപ്പം അങ്ങനെ ആരൊക്കെയാണ് കാണിക്കുന്നത്? 1ഉം 6ഉം കാണിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? 1ഉം 6ഉം ഒരു ജോഡിയാണ്. 1ഉം 6ഉം അവർ 2 പേർക്കും OH ഗ്രൂപ്പാണ്, ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ അവർ പൊസിഷൻ ഐസോമസ് ആണ്. കാരണം പൊസിഷൻ ഇവിടെ 1ാമത്തെ പൊസിഷനിലാണ്, ഇവിടെ 2ാമത്തെ പൊസിഷനാണ്. പൊസിഷൻ ചേഞ്ച് അല്ലേ അവിടെ നടന്നത്. അപ്പോൾ ഇവരെന്താണ്? പൊസിഷൻ ഐസോമസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 3ഉം 5ഉം കൂടെ നോക്കൂ, ഈതർ ലിങ്കേജിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ലേ. അപ്പോൾ വേറെ ആര് കാണിക്കുന്നുണ്ട്? പൊസിഷൻ ഐസോമസം വേറെ ആര് കാണിക്കുന്നുണ്ട്? 3ഉം 5ഉം കാണിക്കുന്നുണ്ട്. അവരുടെ മോളിക്കുലർ ഫോമിലും സെയിം ആണ്. ഇനി ഫങ്ഷണൽ ഐസോമസം. ഫങ്ഷണൽ ഐസോമസം എന്താ? ഒരേ മോളിക്കുലർ ഫോമിലായിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമായിരിക്കും അല്ലേ. ആരൊക്കെയാണ്? 1ഉം 3ഉം 5ഉം 6ഉം. 1ഉം 3ഉം 5ഉം 6ഉം. 1ഉം 3ഉം 5ഉം 6ഉം അവരുടെ മോളിക്കുലർ ഫോമില സെയിം ആണ്, പക്ഷെ അവർ കാണിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണ് അല്ലേ. ഇവിടെ ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പും ഇവിടെ ആൽക്കോക്സിയൽ ഗ്രൂപ്പുമാണ്. ഇനി മെറ്റാമസം കാണിക്കുന്ന ആരാണ്? 3ഉം 5ഉം മാത്രമാണ് മെറ്റാമസം കാണിക്കുന്നത്. അത് നമ്മൾ പഠിച്ചായിരുന്നു. മെറ്റാമസം കാണിക്കുന്നത് 3ഉം 5ഉമാണ് മെറ്റാമസം കാണിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ ആരൊക്കെയാണ് ചെയിൻ ഐസോമസം, പൊസിഷൻ ഐസോമസം, ഫങ്ഷണൽ ഐസോമസം ആൻഡ് മെറ്റാമസം കാണിക്കുന്നതെന്ന്? ടെന്നിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ മുമ്പിലത്തെ കുറേ ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, ടേബിൾ പൂർത്തീകരിക്കാനുള്ളത്. അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ലെറ്റർ സക്സസിനോട് കൂടെ വിലയിരുത്താമെന്നതിൻ്റെ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ പാട്ടുകൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ താങ്ക് യു.